ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന നിലയിൽ പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതിയിലൂടെയും ചൈനീസ് നിർമ്മിത വസ്തുക്കളിലൂടെയും ചൈന പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ചൈന ഇറാനുമായി സാമ്പത്തിക ഇടപെടൽ നിലനിർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതയുമെല്ലാം നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇറാൻ. ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സെയ്ദ് റസ സാഹിലി അമീരി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതയ്ക്കും ഊന്നൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. യുഎയിൽ നടന്ന AIM കോൺഗ്രസ് 2025 വേളയിൽ ഫിനിക്സ് TV ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചൈനയുമായി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തെപ്പറ്റി എടുത്തു പറഞ്ഞത്. ഇറാൻ ചൈന ബന്ധങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും സെയ്ദ് എടുത്തു പറഞ്ഞു. പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 25 വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായി അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായി ഇറാന് സാമ്പത്തിക മേഖലകളിലും മറ്റും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാംസ്കാരിക, ടൂറിസം, നിക്ഷേപ, വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്ന് സാഹിലി അമീരി എടുത്തു കാണിച്ചു. ഭാഷാ വിദ്യാഭ്യാസം, സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ, കലാകാരന്മാരുടെ പങ്കാളിത്തം, ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ചൈന ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, ഏഷ്യൻ പൈതൃക പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിൽ യുനെസ്കോയുടെ പങ്കിനെക്കുറിച്ചും സാഹിലി അമീരി അടിവരയിട്ട് പറഞ്ഞു. പാശ്ചാത്യ സമീപനമില്ലാത്ത സാംസ്കാരിക പദ്ധതികളിൽ നിക്ഷേപം നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ സംരംഭങ്ങളിൽ ചൈന, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ പ്രധാന പങ്കാളികളാണെന്നും പറഞ്ഞ അദ്ദേഹം കൂടുതൽ ശ്രമങ്ങളുടെ ഭാഗമായി ടൂറിസം അനുഭവങ്ങൾ വിശാലമാക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളായി വെർച്വൽ റിയാലിറ്റിയുടെ ഓൺലൈൻ ടൂറുകളുടെയും ഉപയോഗം ഉൾപ്പെടെ ഡിജിറ്റൽ ടൂറിസത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തി ആർജിക്കുന്നതിലും അതിലേക്കുള്ള റഷ്യയുടെ ഇടപെടലുമൊക്കെ നിലവിൽ ഇറാന് ഭീഷണി ഉയർത്തി നിൽക്കുന്ന അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതാണ്. ഭീഷണിയിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ കൂടുതൽ വീമ്പിളക്കി ഇറാനിലേക്ക് എത്തിയാൽ പണി കിട്ടുമെന്ന് പറയാതെ പറയുന്ന ശക്തമായ താക്കീത് തന്നെയാണത്.